നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് തനി നാടൻ രീതിയിൽ വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിലും ഒരു മഷ്റൂം തോരൻ എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ഇതിനു വേണ്ട സാധനങ്ങൾ: മഷ്റൂം, തേങ്ങ, ഓണിയൻ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പെരിഞ്ചീരകം, കുരുമുളക്, ഏലക്ക, കടുക്, വറ്റൽമുളക്. നമുക്കാദ്യം ഒരു ഇടികല്ലിലേക്ക് തേങ്ങയും ഈ പൊടിവർഗ്ഗങ്ങളും ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് മിക്സിയിൽ കോഴ്സ് ഗ്രൈൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ഇടികല്ലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് ചതച്ച് തുടങ്ങാം. ഇത് കുറച്ച് ചതച്ച് കഴിയുമ്പോഴേക്ക് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാളയും ചേർത്ത് നമുക്കൊന്ന് ചതച്ച് കൊടുക്കാം. നല്ലതുപോലെ ചതഞ്ഞ് വരേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായി ചതഞ്ഞ് കഴിയുമ്പോഴേക്ക് അതിലേക്ക് ഉപ്പും ആവശ്യത്തിന് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് വീണ്ടും ചതയ്ക്കുക. കുറച്ച് ചതച്ച് കഴിയുമ്പോഴേക്കും ഈ രീതിയിൽ ഇത് വരുന്നതാണ്. ഒരുപാട് ചതഞ്ഞ് പോകണ്ട, ചെറുതായി ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതിയാവും. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി ചൂടായ എണ്ണയിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്ക് നമുക്കതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. മഷ്റൂം ഒന്ന് പാതി വെന്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് ചതച്ചൊതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും സവാളയും ചേർത്തിട്ടുള്ള മിക്സ് നമുക്കൊന്ന് വെച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. നോക്ക്, നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ ഈ മഷ്റൂമിൽ നിന്ന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് തുറന്ന് വെച്ച് ഇത് വെള്ളം വറ്റിച്ചെടുത്ത് നമുക്ക് ഈ മഷ്റൂം തോരൻ റെഡിയാക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. സ്വാദിഷ്ടമായ മഷ്റൂം തോരൻ റെഡിയായി കഴിഞ്ഞു. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് ഒരു കോമ്പിനേഷനാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.